വസ്വാസിന്റെ വിഷയത്തിൽ ഏറ്റവും പ്രശ്നം അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ് വിശ്വാസപരമായ കാര്യത്തിൽ വസ്വാസ് ഉണ്ടാവുക എന്നുള്ളത്. വിശ്വാസപരമായ കാര്യത്തിൽ എന്ന് പറഞ്ഞാല് ശരിക്കും ഈ വസ്വാസ് ഉള്ളവര് അല്ലെങ്കിൽ OCD ഉള്ളവര് അവര് പടച്ചോനെ കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ നബിമാരെ കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ വേണ്ട നമ്മൾ ഇവിടെയുള്ള പണ്ഡിതന്മാരെ കുറിച്ച് ഓർക്കുമ്പോൾ മോശപ്പെട്ട ചിത്രങ്ങളൊക്കെ മനസ്സിൽ രൂപപ്പെടുന്ന ഒരു വലിയ പ്രതിസന്ധി OCD-ക്കാർ പലപ്പോഴും പങ്കുവെക്കാറുണ്ടല്ലോ. ശരിക്കും അങ്ങനെ ചിന്തിച്ചാൽ തന്നെ പടച്ചോനെ കുറിച്ച് ഒരു മോശം ചിത്രീകരണം രൂപപ്പെട്ടു വരികയാണ്, അല്ലാതെ അവര് ചിന്തിക്കുകയല്ലോ. അങ്ങനെ അവര് സ്വാഭാവികമായിട്ട് രൂപപ്പെടുന്ന സമയത്ത് ഇസ്ലാം ഒന്ന് പുറത്തു പോകും. എന്താണ് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആണല്ലോ. ശരി, അതാണ് പൊതുവെ വസ്വാസുള്ള ആൾക്കാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ വിശ്വാസപരമായ കാര്യത്തിൽ. അഥവാ എന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ എന്ന ചിന്ത, അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പോ ഒരാളെ നിസ്കാരം ശരിയായിട്ടില്ല എന്ന് കരുതിയിട്ട് അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നൊരു പേര് അയക്കുണ്ടാവില്ല. നിസ്കാരം ശരിയായിട്ടില്ല, അപ്പൊ പിന്നെ നിസ്കാരം ശരിയാക്കണം അല്ലെങ്കിൽ കളാ വീട്ടണം എന്ന ചിന്ത ഉണ്ടാവുള്ളൂ. കുളി ശരിയായിട്ടില്ലെങ്കിൽ കുളി ശരിയായിട്ടില്ല, പിന്നെ എപ്പോഴൊക്കെ വീട്ടണം എന്ന് ചിന്തിക്കാം. അതുപോലെ തന്നെ ഏതൊരു കർമ്മം ചെയ്താലും ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴും ചെയ്യണം എന്നേ ഉണ്ടാവുള്ളൂ. പക്ഷേ അള്ളാഹുവിനെ കുറിച്ച് മോശപ്പെട്ട ചിന്തകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ നിരന്തരം വരിക, ഇസ്ലാമിനെ കുറിച്ച് മോശപ്പെട്ട ചിന്തകൾ വരിക. ഇത്തരം ചിത്രീകരണങ്ങളോ ചിന്തകളോ അല്ലെങ്കിൽ ഇമാജിനേഷനുകളൊക്കെ നിരന്തരമായിട്ട് ചിന്തയിൽ വരുമ്പോൾ അതെങ്ങനെ വളരെ തെറ്റായ രൂപത്തിൽ, വൃത്തികെട്ട രൂപത്തിൽ, മോശപ്പെട്ട രൂപത്തിൽ വരുന്നു. അപ്പൊ അത് കാരണത്താൽ ഇസ്ലാമിൽ നിന്ന് ഞാൻ പുറത്തു പോകുമോ, ഇനി ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലേണ്ടി വരുമോ, ഞാൻ കാഫിറായി പോയിട്ടുണ്ടാകുമോ എന്ന ചിന്ത, ഇത് ഭയങ്കരമായ അപകടകരമായ ചില ചിന്തകളും ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന, പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ചിന്തകളാണ്. മറ്റുള്ള വിഷയങ്ങളെക്കാളും കൂടുതൽ പ്രയാസം ഇതിന് പലപ്പോഴും ഉണ്ടാവും. കാരണം എന്റെ മതം തന്നെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ചിന്ത. അപ്പൊ അതിൽ പല വിഷയത്തിലും വരാറുണ്ട്. അള്ളാഹിനെ കുറിച്ച് വരും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വരും, മലക്കുകളെ കുറിച്ച്, മഹാന്മാരെ കുറിച്ച്, ചിലപ്പോൾ മക്ബറകൾ അല്ലെ, മക്ബറയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരെ കുറിച്ച് മോശപ്പെട്ട ചിന്ത അങ്ങനെ വരിക. സത്യത്തിൽ അവിടെ സിയാറത്ത് ചെയ്യാൻ പോയതും അവിടെ ചെന്ന് യഥാർത്ഥത്തിൽ ആ മഹാന്മാരെ സിയാറത്ത് ചെയ്യണം, അവരെ പേരിൽ ഫാത്തിഹ ഓതണം, യാസീൻ ഓതണം, ഇതൊക്കെ ഉദ്ദേശിച്ച് എന്നതാണ്. അപ്പൊ അവരെ ആദരിച്ചിട്ടാണല്ലോ ചെല്ലുന്നത്. പക്ഷെ അവരുടെ മൈൻഡിൽ ഇങ്ങനെ തോന്നിയ വൃത്തികെട്ട ചിന്തകൾ, വളരെ മോശപ്പെട്ട ചിന്തകൾ ഇങ്ങനെ അനിയന്ത്രിതമായി വന്നുകൊണ്ടിരിക്കുക. ഇത് വസ്വാസിന്റെ ഘട്ടത്തിൽ പെട്ടത് തന്നെയാണ്. ഖുർആൻ കാണുന്ന സമയത്ത്, പള്ളികൾ കാണുമ്പോൾ, അതുപോലെ ആദരിക്കപ്പെടുന്ന എന്തെങ്കിലും വസ്തുക്കൾ, മഹാന്മാർ, ദിവസങ്ങൾ, ഇനിയിപ്പോ അത് വ്യക്തികൾ തന്നെ ആവണമെന്നൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ റമദാൻ മാസത്തിനെ മോശമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തെ മോശമായിട്ട്, അല്ലെങ്കിൽ പ്രത്യേക സമയം ലൈലത്തുൽ ഖദറിനെ അല്ലെങ്കിൽ ഇന്നാലിന്ന സംഭവത്തെ മോശമായിട്ട് തോന്നുക. ചിലപ്പോൾ മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് വൃത്തികെട്ട രൂപത്തിൽ വരും. അപ്പൊ ഇതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ, അള്ളാഹിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, അള്ളാഹിനെ ആരപ്പം ഉണ്ടാക്കിയത്, അള്ളാഹിനെ ആരാ സൃഷ്ടിച്ചത്, നിരന്തരമായിട്ടുള്ള സംശയങ്ങളായിരിക്കും. ആ സംശയങ്ങളായിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ചത് ഒരു വലിയ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ അള്ളാഹിനെ ആരാ സൃഷ്ടിച്ചത്, അള്ളാഹിനെ ഉണ്ടാക്കിയ ആരാ, അള്ളാഹിന്റെ രൂപം എങ്ങനെ ഇരിക്കും, ഇങ്ങനെ നിരന്തരം ചിന്തകൾ വരിക. ചിലപ്പോൾ വേണമെങ്കിൽ അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ, ചിലപ്പോൾ നിസ്കരിക്കുമ്പോഴൊക്കെ അല്ലാഹു അക്ബർ ഇങ്ങനെ തക്ബീർ ഇങ്ങനെ കെട്ടുമ്പോണ്ടല്ലോ, അള്ളാഹു എന്ന് പറഞ്ഞപ്പോ അവന്റെ മനസ്സിൽ ഏതെങ്കിലും മനുഷ്യന്മാരുടെ രൂപം ഇങ്ങനെ വരും. ചിലപ്പോ വൃത്തികെട്ട ചിന്തകൾ, ചിലപ്പോ സെക്ഷലി ഏതെങ്കിലുമൊക്കെ ചിന്തകളായിരിക്കാം. അപ്പൊ ചിന്തിക്കണം, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞപ്പോ, അള്ളാഹു എന്നുള്ള വാക്ക് പറഞ്ഞപ്പോ വൃത്തികെട്ട ചിന്തല്ലേ വന്നത്, അപ്പൊ ഞാൻ എന്ത് ചെയ്യാം. മുത്തുനബിനെ ഓർക്കുന്ന സമയത്ത് വളരെ വൃത്തികെട്ട ചിന്തകൾ വരും, ഒരിക്കലും തങ്ങളോട് യോജിക്കാൻ പറ്റാത്ത ചിന്തകൾ. ഇത്തരം ഘട്ടങ്ങൾ വരുമ്പോ ഈമാൻ നഷ്ടപ്പെട്ടു പോയോ എന്നാണ് പലരും ചിന്തിക്കുന്നത്. അതിനാദ്യം നമുക്കിത് മറുപടി പറയാം, ഒരിക്കലും ഈമാൻ നഷ്ടപ്പെടൂല, ഒരിക്കലും ഈമാൻ നഷ്ടപ്പെടൂല. അപ്പൊ ചോദ്യം, അതിപ്പോ ഉസ്താദ് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കാൻ വേണ്ടി പറയല്ലേ അല്ലെ, ഉസ്താദ് സമാധാനിപ്പിക്കാൻ വേണ്ടി പറയല്ലേ, എന്റെ യാഥാർത്ഥ്യ സത്യത്തിൽ എന്താണ്? വീണ്ടും എനിക്ക് പറയാനുള്ളത്, ഇത്തരം ഒരു ചിന്ത വന്നു എന്നതിന്റെ പേരിൽ അയാളുടെ ഈമാനിന് യാതൊരു കുഴപ്പം സംഭവിച്ചില്ല. അയാൾ ഷഹാദത്ത് കലിമ ചൊല്ലേണ്ട ആവശ്യമില്ല, അയാൾ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലണ്ട, അയാൾ തൗബ ചെയ്യണ്ട, ഇതിനു വേണ്ടി ഒന്നും ചെയ്യണ്ട. അവൻ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട, നെവർ മൈൻഡ് ചെയ്യാം. കാരണം ചിന്തിക്കുന്നതല്ല ഇത്. ഈ ചിന്തകൾ അനിയന്ത്രിതമായിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് ഈ ചിന്തകൾ വരുന്നതാണ്. ഈ ചിന്തകൾ ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്ന. അപ്പൊ ചില ആൾക്കാർക്ക് തോന്നും, അല്ലല്ലോ ഇത് മനഃപൂർവ്വം ഞാൻ കൊണ്ടുവരാണല്ലോ. ഇത് ഈ വസ്വാസിന്റെ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശൈലിയാണ്. മനഃപൂർവ്വം ഞാൻ ഈ ചിന്ത കൊണ്ടുവരികയാണ്.
സത്യത്തിൽ മനഃപൂർവമാണ് ഈ ചിന്ത കൊണ്ടുവരുന്നത് എങ്കിൽ എന്നാ പിന്നെ അതിന്റെ പേരിൽ എന്തിനാ ടെൻഷനാണത്? ഒരാൾ മനഃപൂർവ്വം ഒരു ചിന്ത കൊണ്ടുവന്നതാണ്, എന്നാ പിന്നെ ഒരു ടെൻഷൻ ആവേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? മനഃപൂർവ്വം ഒരു ചിന്ത കൊണ്ടെന്നാണെങ്കിൽ അള്ളാഹിനെ കുറിച്ച് വൃത്തിയായിട്ട ചിന്ത വന്നു, അതിനെന്തിനാ ഞാൻ സങ്കടപ്പെടുന്നു? ഇപ്പൊ യുക്തിവാദികളൊക്കെ അള്ളാഹിനെ കുറിച്ച് മോശപ്പെട്ട ചിന്ത കൊണ്ടല്ലേ, റസൂലുള്ളാഹിനെ മോശപ്പെട്ട ചിന്ത കൊണ്ടല്ലേ, അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ വൃത്തിയായിട്ട വാക്കുകൾ പറയലോ, അതിന്റെ പേരിൽ എപ്പോഴെങ്കിലും അവർ സങ്കടപ്പെടുമോ? ഇല്ല. പക്ഷെ വസ്വാസുള്ള ആളുകൾക്ക് ഈ ചിന്തകൾ വരും, എന്നിട്ടോ അവരുടെ മൈൻഡിൽ തോന്നിയാണ് ഞാനിത് മനഃപൂർവ്വം ചിന്തിക്കാണ്. അങ്ങനെ മനഃപൂർവ്വം ചിന്തിക്കാണ് പിന്നെ എന്തിനാ രണ്ടാമത് ഈ ചിന്ത കൊണ്ടിരുന്നത്? അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്ക് ഷഹാദത്ത് കലിമൊക്കെ ചൊല്ലി അതിന്റെ റാഹത്തായി ഇങ്ങനെ വന്നപ്പോഴാണ് വീണ്ടും ഈ ചിന്ത വരുന്നത്. എന്നിട്ട് അവർ പറയുന്നത് ഞാൻ മനഃപൂർവ്വമാണ്. അതെന്തിനാ മനഃപൂർവ്വമാണ് ഇത് ചിന്തിക്കുന്നതെങ്കിൽ എന്നാ പിന്നെ ഇത് ചിന്തിക്കാവുന്ന പോലെ. പക്ഷേ ഈ മനഃപൂർവ്വമാണ് ഈ വൃത്തികെട്ട കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്നത് അത് മറ്റൊരു വസ്വാസ. എങ്ങനെ? സത്യത്തിൽ ഇത് അനിയന്ത്രിതമായി വരുന്ന ചിന്തയാണ്, നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്ന ചിന്തയാണ്, ഓട്ടോമാറ്റിക്കലായി വരുന്നതാണ്. പക്ഷെ അത് വസ്വാസാണ്. എന്നാ ഷെയ്ത്താൻ വേറൊരു ചതിട്ട് കൊടുക്കുകയാണ്, ഇതൊക്കെ നീ മനഃപൂർവ്വം ചിന്തിക്കുന്ന ചിന്തയാണ് എന്ന് ഷെയ്ത്താൻ ഇട്ട് കൊടുക്കുന്നതാണ്. അവിടെ പലപ്പോഴും പല ആളുകളും വീണ് പോവാറുണ്ട്. അപ്പൊ ഇതിന്റെ പേരിൽ ഒരിക്കലും എന്തില്ല, ഈമാൻ നഷ്ടപ്പെടുന്നതല്ല. ഈ ഒരു പ്രയാസം ഇത് നമ്മളൊക്കെ കരുതുന്ന ലോകത്തെ നമ്മക്കാണ് ആദ്യമായിട്ട് വന്നതെന്നാ. അപ്പോ ചിലപ്പോ ഇതുപോലത്തെ വീഡിയോസുകളൊക്കെ നോക്കിയിട്ട് അതിന്റെ താഴെ കമന്റുകളൊക്കെ വരും, എനിക്കും ഇതുപോലെ ബുദ്ധിമുട്ടുണ്ട് പലരും എഴുതും. അപ്പോഴാണ് സത്യത്തിൽ പല ആളുകൾക്കും മനസ്സിലാണത് എന്റെ സംഘടന അത്യാവശ്യം വലുതാണെന്ന്. എന്ന് പറഞ്ഞാൽ വസ്വാസ അനുഭവിക്കുന്ന ആളുകൾ അവർ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലാവുന്നത് ഇത്തരം കമന്റുകൾ കാണുമ്പോഴാണ്. സത്യത്തിൽ ഒരുപാട് ആളുകൾക്ക് ഈ പ്രയാസമുണ്ട്. അത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, ഓരോ കാലഘട്ടത്തിലും പലരും അനുഭവിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് സ്വഹാബത്തിന് പോലും വിശ്വാസപരമായ വിഷയത്തിൽ വസ്വാസുകൾ വന്നിരുന്നു എന്നും മറ്റു പല വിഷയങ്ങളിൽ വസ്വാസം ഉണ്ടായിരുന്നു എന്നൊക്കെ ഹദീസിന്റെ കിതാബുകളിൽ കാണാം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ. മഹാനവറുകൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ചില സ്വഹാബത്ത് വരികയാണ്, അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വരിക. തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അവർ പരാതി പറയാണ്. ഫസഅലൂഹു, അവർ മുത്തുനബിയോട് ചോദിച്ചു. എന്താ ചോദിക്കുന്നത്? തങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഇന്നാ നജിദു ഫീ അൻഫുസിനാ മാ യതഅലമു അഹദുനാ അയ്യതകല്ലമ ബി, ഞങ്ങളുടെ ഹൃദയത്തിൽ വളരെ ഗൗരവമായ ഗുരുതരമായ പല ചിന്തകൾ വരുന്നുണ്ട്. അപ്പോ അള്ളാഹുവിനെ കുറിച്ച്, അതുപോലെ മഹാന്മാരെ കുറിച്ച്, റസൂലുള്ളാഹിനെ കുറിച്ച്, അങ്ങനെയൊക്കെ പലതും വരുന്നുണ്ട്. അത് ഒരാൾ നാവുകൊണ്ട് പറയാൻ പോലും പേടിക്കുന്ന ഗുരുതരമായ ചിന്തകളാണ്. അപ്പൊ അത്രയും വലിയ ചിന്തകൾ ഞങ്ങൾക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടോ, ഞങ്ങൾ ഇസ്ലാമിൽ തന്നെ അല്ലേ, എന്താ തങ്ങളെ ചെയ്യേണ്ടത്, എന്താ അതിന് പരിഹാരം? അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഇതുപോലത്തെ പ്രശ്നം വന്നന്. അപ്പൊ അന്ന് തങ്ങള് തിരിച്ചു ചോദിക്കുകയാണ്, അവക്കത് വജത്തുമൂ, അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നുണ്ടോ, അങ്ങനെയൊക്കെ അനാവശ്യ ചിന്തകളൊക്കെ നിങ്ങളെ മനസ്സിൽ വരുന്നുണ്ടോ ചോദിച്ചു. സ്വഹാബത്ത് പറഞ്ഞു, കാലു നഅം, തങ്ങളെ അതെ, ഞങ്ങൾക്ക് അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പൊ ആ സ്വഹാബത്തിന് മുത്തുനബിയോട് പറയാൻ തന്നെ വല്ലാത്തൊരു വിഷമുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു പ്രതിസന്ധി വന്നാൽ പിന്നെ ആരോട് പറയാനാ? തങ്ങളോടല്ലെങ്കിൽ പിന്നെ ആരോടാ പറയണത്? അപ്പൊ അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിൽ അവർ പറഞ്ഞു, തങ്ങളെ ഞങ്ങൾക്ക് വരുന്നുണ്ട്, തങ്ങളെ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി എന്താ അറിയോ? ഇന്ന് ഇതൊക്കെ ഈമാൻ നഷ്ടപ്പെട്ടതെന്നല്ല, ഇസ്ലാം എന്ന് പുറത്തുപോയെന്നല്ല, കാഫിറായി പോയി ഇന്ന് എല്ലാവരും പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് വട്ടത്തിലിരുന്ന് ഒരു 10 ഷാത്തുകരിമേല് ഇതല്ല പറഞ്ഞത്. അള്ളാഹുന്റെ റസൂൽ കൊടുത്തൊരു മറുപടി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദാക സ്വരീഹുൽ ഈമാൻ, അത് കറകളഞ്ഞ ഈമാൻ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണെന്ന്. അത് കറകളഞ്ഞ ഈമാനാണത്, സ്വരീഹുൽ ഈമാൻ, ദാക സ്വരീഹുൽ ഈമാൻ, കറകളഞ്ഞ ഈമാനാണത്. അതെ, വെരി ഗുഡ്. വസ്വാസുള്ള ആൾക്കാർ അടിവരട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണത്. അത് ഈമാൻ പോയിന്നല്ല, ഈമാനാണത്, വ്യക്തമായ ഈമാനാണത്. എന്താ അങ്ങനെ പറഞ്ഞത്? അഥവാ ഈ ചിന്തകൾ വരുന്നത്, വൃത്തികെട്ട വളരെ മോശപ്പെട്ട ചിന്തകൾ വരുന്നത് അത് ശൈത്താന്റെ ദുർബോധനാണ്, വസ്വാസ് ഉള്ളത് കൊണ്ടാണ്. എന്നാൽ അതിന്റെ പേരിൽ ഇവിടെ മനസ്സിന് വേദന ഉണ്ടല്ലോ. ഈ ചിന്തകൾ വരുമ്പോ, ഇത്തരം ചിന്തകളൊക്കെ വരുമ്പോ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടില്ലേ, അത് ഈമാനിന്റെ ഭാഗമാണ്. അപ്പൊ ആ ചിന്തകൾ വരുന്നത് വസ്വാസ് ഉള്ളത് കൊണ്ടാണ്. എന്നാൽ അതിന്റെ പേരിൽ നമുക്ക് വിഷമം വരുന്നത് ഈമാൻ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഈമാൻ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഇത്. ഇതാണ് ആര് പറഞ്ഞത്?
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇവിടെ പ്രവാചകന്റെ ആ ഒരു പ്രവാചകാധ്യാപനം അല്ലെങ്കിൽ പ്രവാചകർ അവരുടെ ആ ട്രീറ്റ്മെന്റ് എത്രത്തോളം ഭംഗിയാണെന്നുള്ളത് നമുക്ക് കൃത്യമാണ്. കാരണം അതെങ്ങാനും ഈമാനില് ഒന്ന് സൂക്ഷ്മതക്ക് നല്ലത്, അങ്ങനെയാണല്ലോ പലപ്പോഴും വസ്വാസാര് പറയാ, ഞങ്ങള് സൂക്ഷ്മതക്ക് നല്ലതെന്ന് ഞങ്ങൾ ഷാദകരിമ അല്ലട്ടെ എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ. ഇതെങ്ങാനും മുത്തുനബി എങ്ങാനും പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്നാ പിന്നെ ഏതായാലും ചിന്ത വന്നതല്ലേ, എന്നാ നിങ്ങൾ ഒരു ഷഹാദത്ത് കലിമ ചൊല്ലിക്കട്ടോ എന്നെങ്ങാനും പറഞ്ഞിരുന്നുവെങ്കിൽ പിൽക്കാലത്ത് വരുന്ന സർവ്വ വസ്വാസുകാരും ശരിക്കും കുടുങ്ങുമായിരുന്നു. പക്ഷെ തങ്ങൾ പറഞ്ഞില്ല. കാരണം തങ്ങൾക്കറിയതൊരു വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണിത്. ഈ വസ്വാസ് കൂടി 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 വന്ന് അവന്റെ ദുന്യാവോ ആഖിറവും നശിച്ചു പോകുന്ന വിഷയമാണെന്ന് തങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആ തങ്ങൾ അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞ ലോകത്തെ ഏറ്റവും നല്ല വൈദ്യനാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും വലിയ കൗൺസിലർ. തങ്ങളെക്കാളും വലിയൊരു കൗൺസിലർ ലോകത്തില്ല. ഇത് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മള്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വെന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അതിന് കൊടുക്കേണ്ട പരിഹാരം കൃത്യമായി കൊടുത്തു. ഷഹാദത്ത് കലിമ ചൊല്ലണമെന്നല്ല. പിന്നെ നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലാൻ ഒന്നിനും പോകണ്ട. നിങ്ങളുടെ ഈമാൻ പോയിട്ടില്ലല്ലോ. ഈമാൻ പോയെങ്കിലല്ലേ പിന്നെ ഷഹാദത്ത് കലിമ ചൊല്ലേണ്ടേ ഉള്ളൂ. അതുകൊണ്ട് ഈമാൻ പോയിട്ടില്ല, ഷഹാദത്ത് കലിമ ചൊല്ലണ്ട, അതിന് അസ്തഗ്ഫിറുല്ലാഹ് ഒന്നും വേണ്ട, പിന്നെ നിങ്ങൾക്ക് ഈമാൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഈ വസ്വാസ് അനുഭവിക്കുന്ന ആളുകൾ ആദ്യം ഉൾക്കൊള്ളേണ്ടത് ഇത് വസ്വാസാണെന്നെങ്കിൽ അവർ ഉൾക്കൊള്ളണം. ഇത് ഭയങ്കര തെക്കുവയാണ് സൂക്ഷ്മതയാണ് ചിന്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അസുഖം മാറൂല. അപ്പൊ ഇത് ഭയങ്കര അള്ളാഹുത്താൽ എന്റെ മനസ്സിലേക്ക് ഇട്ടുതരുന്ന ചിന്തകളാകുമോ, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തകൾ വരാൻ കാരണം, ഇങ്ങനെയൊക്കെ ആലോചിച്ച് ചിന്തിച്ച് നടക്കും. അതല്ല, വസ്വാസുള്ള ആൾക്കാർ ആദ്യം ചെയ്യേണ്ട പണി എന്തറിയോ, ഇത് വസ്വാസാണ് എന്ന് ആദ്യം ഉൾക്കൊള്ളുക. വസ്വാസ് എന്ന് പറയുന്നതോ അത് ശൈത്താനിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോ ദുർബോധനമാണ്, വസ്വാസാണ്, ഇത് ശൈത്താന്റെ ഭാഗത്ത് നിന്ന് വന്നതാണെന്ന് ആദ്യം ഉൾക്കൊണ്ടിട്ട് അടുത്ത പരിപാടി എന്താ, ഇതിനെന്താണ് ഇസ്ലാം പഠിപ്പിച്ച ട്രീറ്റ്മെന്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിൽ എന്തേ പറഞ്ഞത്, ഇസ്ലാം എന്താ പറഞ്ഞിട്ടുള്ളത്, ആ പരിഹാരം സ്വീകരിക്കാനുള്ള വിശാലമായ മനസ്സ് തുറന്നു വെക്കുക. അങ്ങനെ തുറന്നു വെച്ചാൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കാണാം. എന്താ, ഇതെല്ലാം ഈ ചിന്തകൾ വന്നു കഴിഞ്ഞാൽ അതിന് ഷഹാദത്ത് കലിമ ചൊല്ലിയ വേറെ ഒന്നും വേണ്ട. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നവർ മൈൻഡ് ചെയ്യാന്ന. നവർ മൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ചിന്തകൾ വരികയാണെങ്കിൽ വന്നോട്ടെ, അതിന് നമ്മള് പിന്നെ ഈ ചിന്തകൾ പോകാൻ വേണ്ടി നമ്മൾ ഒരു പരിഹാരം, ഒരു റെമഡി നമ്മൾ കാണണ്ട. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യണ്ട, പരിഹാരം കാണണ്ട. പിന്നെ എന്ത് മതി, നവർ മൈൻഡ് ചെയ്താൽ മതി. മൈൻഡ് സെറ്റ് ശരിയാക്കാം. ഇത് വരുന്ന എന്തുകൊണ്ടാണ്, പൈശാചിക ദുർബോധനം കൊണ്ടാ. ഞാൻ അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ ഒന്നും നിൽക്കുന്നില്ല, ഇത് തീരുമാനിച്ചാൽ മതി. അപ്പോ ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് വൃത്തികെട്ട ചിന്ത വന്നു, അത് വന്നോട്ടെ, ഞാൻ മെയിൻറ്റെക്കുന്നില്ല, കാരണം ഇത് വസ്വാസ് കൊണ്ടാണെന്ന് ഉൾക്കൊള്ളുക. വസ്വാസുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടത് അങ്ങനെ, അതാ നവർ മൈൻഡ് ചെയ്യാന്ന് പറഞ്ഞത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. നേരത്തെ പറഞ്ഞത് നിസ്കാരത്തിന്റെ സമയത്ത് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോ, അള്ളാഹു അക്ബർ എന്ന് പറയുന്ന സമയത്ത് അയാളെ മനസ്സിൽ വൃത്തികെട്ട ചിന്ത വന്നു, വളരെ മോശപ്പെട്ട ചിന്ത വന്നു. ഇന്നെന്തായാലും ചെയ്യേണ്ടത്, അയാളെ ഒന്നും ചെയ്യണ്ട, അള്ളാഹു തക്ബീർ കെട്ടി, ഇനി അയാളെ അള്ളാഹു അക്ബർ മടക്കാൻ നിൽക്കരുത്. ഞാനാ നേരത്തെ പറഞ്ഞ സമയത്ത് വൃത്തികെട്ട ചിന്ത വന്നില്ലേ, അള്ളാഹിനെ കുറിച്ച് മോശപ്പെട്ട ചിന്ത വന്നില്ലേ, എന്നാ പിന്നെ ഞാൻ ഒന്നും കൂടെ മടക്കി ചെയ്യട്ടെ, അത് ചെയ്യണ്ടെന്ന്. അങ്ങനെ വൃത്തികെട്ട ചിന്ത വന്നു എന്ന കാരണത്താൽ ഒരിക്കലും രണ്ടാമത് ആവർത്തിക്കണ്ട. നിസ്കാരം രണ്ടാമത് തുടങ്ങണോ, വേണ്ട, അയാൾ ആ തക്ബീറിൽ കെട്ടിയ അത് തുടരുക. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഷഹാദത്ത് കലിമ ചൊല്ലാനും അതിന് വേറെന്തെങ്കിലുമൊക്കെ ചെയ്യാനും നിന്നാൽ അത് ഗുണത്തിലേറെ ദോഷം ചെയ്യും, ഭയങ്കര അപകടം ചെയ്യും. ആ ഷഹാദത്തിൽ പോലും പിന്നെ വസ്വാസ് വരും. യെസ്, അതാണ് അതിന്റെ പ്രത്യേകത. അതായത് ഞാൻ ഈമാൻ നഷ്ടപ്പെട്ടു വീണ്, അപ്പൊ ഞാൻ ഈമാനിലേക്ക് ഇസ്ലാമിലേക്ക് തിരിച്ചു വരണം, അതിന് ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലട്ടെ എന്ന് തീരുമാനിച്ചാൽ എന്താ സംഭവിക്കറിയോ, രണ്ട് പ്രശ്നം വരും. ഒന്നാമത്തെ കാര്യം എന്താ, ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലിക്കഴിഞ്ഞു, മനസ്സിന് സമാധാനമായി, റാഹത്തായി. പക്ഷേ കുറച്ചു കഴിഞ്ഞാൽ ഈ ചിന്ത വീണ്ടും വരും. അപ്പോഴും ഷഹാദത്ത് കലിമ ചൊല്ലും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും ഈ ചിന്ത വരും, അപ്പം പിന്നെയും ഷഹാദത്ത് കലിമ ചൊല്ലും. പിന്നെ അതെ, താൽക്കാലിക ശമനാണ് അപ്പൊ അതിൽ നടക്കുന്നത്. വീണ്ടും 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 ഈ ചിന്തകൾ ആവർത്തിച്ച് വരുന്നു. അതിനനുസരിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലുന്നു. എന്ന പോലെ തന്നെ ചിലപ്പോൾ അതൊക്കെ തെറ്റാണല്ലോ എന്ന് പറഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീം ചൊല്ലും. ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, തൗബ ചെയ്യും. ഇങ്ങനൊക്കെ ചെയ്യും. ഇങ്ങനൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഈ അസുഖം കൂടിക്കൂടി വരും. അപ്പോ അസുഖം കുറയല്ല ചെയ്യുന്നത്, അസുഖം കൂടാണ് ചെയ്യുന്നത്. അപ്പോ ഏതെങ്കിലും വസ്വാസുള്ള ആൾക്കാർ അവർ അസുഖം മാറാൻ, വിശ്വാസപരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ വസ്വാസം മാറണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇതിന് നിങ്ങൾ വീണ്ടും വീണ്ടും ഷഹാദത്ത് കലിമ ചൊല്ലുകയോ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുകയോ
അതല്ലെങ്കിൽ തൗബ ചെയ്യാനോ ദിക്ർ ചൊല്ലാനോ അല്ല നിൽക്കേണ്ടത്. പിന്നെ നവർ മൈൻഡ് ചെയ്യുക എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. നവർ മൈൻഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിന്നെ അത് അറബി വേറാണെങ്കിൽ ഇംഗ്ലീഷ് വേറാണെങ്കിലും കിതാബുകളിലൊക്കെ അതിന് പറയുന്ന പ്രയോഗം എന്താ? അൽ ഇറാദുന. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു. അങ്ങനെ തുടങ്ങി എല്ലാ ഇമ്മത്തും പറഞ്ഞത് വസ്വാസിനുള്ള പരിഹാരം എന്താ? നവർ മൈൻഡ് ചെയ്യാന്നാ. അപ്പൊ നവർ മൈൻഡ് ചെയ്താലേ ഇത് 100% നമ്മളിൽ നിന്ന് പൂർണ്ണമായി പോവുകയുള്ളൂ. ആദ്യ സമയത്ത് ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നും, ഇത് നവർ മൈൻഡ് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ പ്രയാസം തോന്നും, പക്ഷെ പിന്നെ ഓട്ടോമാറ്റിക്കലായി ശരിയാകും. ആദ്യ സമയത്തൊക്കെ പ്രയാസം ഉണ്ടാവും, പക്ഷെ പിന്നെ അത് ശരിയാവും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഷഹാദത്ത് കലിമയോ അസ്തഗ്ഫിറുള്ളോ ചൊല്ലാൻ നിൽക്കുകയാണെങ്കിൽ അത് അസുഖം കുറയല്ല, കൂടി 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 വരും. വീണ്ടും വീണ്ടും നമ്മൾ ചൊല്ലേണ്ടി വരും, ഒരുപാട് പ്രാവശ്യം ചിന്തകൾ വരും. അപ്പൊ എത്രത്തോളം അവോയ്ഡ് ചെയ്യാൻ നിൽക്കുന്നോ, എത്രത്തോളം ഇതിനെ നമ്മൾ എത്രത്തോളം ഈ ചിന്തകൾ വരുമ്പോൾ പരിഹാരം കാണാൻ നിൽക്കുന്നോ, അത്രയും കൂടുതൽ വീണ്ടും വീണ്ടും ചിന്തകൾ വരും. ഇൻഫിനിറ്റ് ഇതായിക്കാരം, അതായത് ഒരു അനന്തമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതെ, അനന്തമായിട്ട് പിന്നെയും പിന്നെയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനൊരു അറ്റം അവസാനം ഉണ്ടാവില്ല. അതൊക്കെ ഇമാമുകൾ പറഞ്ഞ പ്രയോഗങ്ങളാട്ടോ. അങ്ങനെ തന്നെ കിതാബുകളിൽ കാണാം. ചിന്തകളുടെ പിന്നാലെ പോയാൽ, വസ്വാസിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ വസ്വാസം നിൽക്കൂല, അത് അനന്തമായിട്ട് തുടർന്നുകൊണ്ടിരിക്കും. അത് കിതാബുകളിലൊക്കെ ഉള്ളതാണ്. അപ്പോ ഇത്തരം വിഷയങ്ങൾ വന്നാൽ, ഇപ്പൊ ഉദാഹരണം പറയാം, ഒരു മഹാന്റെ മക്ബറയിൽ ചെന്നു, അപ്പൊ ആ മഹാനെ കുറിച്ച് വൃത്തിയായിട്ട ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ വരിക. അപ്പൊ അതിന് ഇനി എന്താ പരിഹാരം? ഒന്നും ചെയ്യണ്ട, നവർ മൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് ഇനി ഷഹാദത്ത് കലിമ അല്ലാനോ അസ്തഗ്ഫിറുല്ലാഹ് അല്ലാനോ അല്ലെങ്കിൽ സ്വലാത്ത് അല്ലാനോ ദിക്ർ അല്ലാനോ നിൽക്കണ്ട, നവർ മൈൻഡ് ചെയ്യുക, ഇറങ്ങിപ്പോരുക, അത്ര തന്നെ. അപ്പൊ പിന്നെ ഈ ചിന്ത വന്നത് അത് വസ്വാസം കൊണ്ടാണെന്ന്, അതിൽ വേറൊന്നും നമ്മൾ ആലോചിക്കണ്ട, നമ്മൾ മൈൻഡൊക്കെ അത് ഇറങ്ങിപ്പോരുക. ഇതാ ഇസ്ലാം പഠിപ്പിച്ച്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? പിന്നുണ്ടാകുന്ന ഒരു പ്രശ്നം, നിങ്ങൾ നേരത്തെ പറഞ്ഞ പ്രശ്നം എന്താ? ഷഹാദത്ത് കലിമ ഇന്ന് ചൊല്ലിയപ്പോ ആശ്വാസം കിട്ടി, അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയപ്പോ ഇന്ന് പറഞ്ഞപ്പോ ആശ്വാസം കിട്ടി, തൗബ ചെയ്തപ്പോ ആശ്വാസം കിട്ടി. പക്ഷെ പിന്നീട് ഈ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നതിലാണ് വസ്വാസ് വരിക, ഷഹാദത്ത് കലിമ ചൊല്ലുന്നതിലാണ് വസ്വാസ് വരിക, തൗബ ചെയ്യുന്നതിലാണ് വസ്വാസ് വരിക. അതാണല്ലോ ഇതിന്റെ പ്രത്യേകത. അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മൾ ശൈത്താൻ പറഞ്ഞതിന്റെ പിന്നാലെ അതായത് ഈ ഷഹാദത്ത് കലിമ ഇവിടെ ചൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ചാരോ? ശൈത്താനാണ്. അപ്പൊ നമ്മൾ ശൈത്താൻ അങ്ങനെ ഷഹാദത്ത് കലിമ എല്ലാം പറയുമോ? നല്ല കാര്യത്തിലൂടെ ശൈത്താൻ ഒരു മനുഷ്യനെ അപകടത്തിലേക്ക് എത്തിക്കും. അതാണല്ലോ അവന്റെ ഏറ്റവും വലിയ തന്ത്രം. ഷൈത്താനെ കുറിച്ച് ഷൈത്താൻ വലിയ ചതിയനാണെന്നും ഭയങ്കര കുതന്ത്രശാലിയാണ്. അപ്പോ ഈ ചിന്തകളൊക്കെ വന്നില്ലേ, ഇതിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും നല്ലത് ഷഹാദത്ത് കലിമയിലിക്കോ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലതാന്നൊക്കെ തോന്നും, പക്ഷേ അതിന്റെ പിന്നാലെ പോകാൻ പാടില്ല എന്നാ. എന്ന പോലെ തന്നെ ഷഹാദത്ത് കലിമ എന്ന് ചൊല്ലി 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 ശീലിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താ അറിയോ? ഈ ഷഹാദത്ത് കലിമയിൽ ഞാൻ ഈ പറഞ്ഞ ഷഹാദത്ത് കലിമ ശരിയായിട്ടില്ലേ, ഞാൻ ചൊല്ലിയപ്പോ മനസ്സിൽ തട്ടിയിട്ടില്ലേ, അഷ്ഹദു എന്ന് പറഞ്ഞപ്പോ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിൽ സാക്ഷ്യം വഹിച്ചോ, ഇങ്ങനെയൊക്കെ തോന്നും. അപ്പൊ പിന്നെയും ചൊല്ലും. അപ്പൊ ഒരു തവണ ചൊല്ലുന്ന സ്ഥാനത്ത് 2, 3, 4, 5 തവണയായി. അത് തന്നെ ഒരു ദിവസത്തിൽ വ്യത്യസ്ത സമയത്തിലായി. അപ്പൊ എത്രയായി? ഒരുപാട് സമയമായില്ലേ. അപ്പൊ ഇങ്ങനെയാണ് ഈ വസ്വാസ് കൂടി വരുന്ന അവസ്ഥ എന്നപ്പോ ഈ പറഞ്ഞതിന്റെ അർത്ഥം. എനിക്ക് പിന്നെ അറിയാം ഇതിന്റെ പിന്നാലെ പോയാൽ അപകടം കൂടുന്നത്. ഒറ്റ ഉദാഹരണം പറയാം. ഒരിക്കൽ രാവിലെ സുബഹിന്റെ സമയത്തുണ്ട് എനിക്കൊരു ഫോൺ കോള്. ഞാനന്ന് പള്ളിയിൽ നിന്ന് ജമാഅത്ത് കഴിഞ്ഞ് പിന്നെ ക്ലാസ്സിലേക്ക് കയറാൻ നിൽക്കാം. അപ്പോഴൊരു ഫോൺ കോൾ നിരന്തരമായിട്ട് ഞാൻ കട്ട് ചെയ്യുന്നു, പിന്നെയും വിളിക്കുന്നു. അങ്ങനെ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോ ഒരു പാവം ഒരു ഉസ്താദാ വിളിക്കുന്നത്. വസ്വാസം എന്നുള്ളത് സാധാരണക്കാർക്ക് മാത്രമല്ല കേട്ടോ, ഉസ്താദന്മാർക്കും തങ്ങന്മാർക്കും മൂല്യന്മാർക്കും സാധാരണക്കാർക്കും ആണിനും പെണ്ണിനും കുട്ടികൾക്കും ഒക്കെ വരുന്ന സാധനമാണ് വസ്വാസ്. അപ്പൊ ആള് പറഞ്ഞു, ഉസ്താദ് ഒറ്റ മിനിറ്റ് ഉസ്താദ്, ഞാൻ അത്ര വിഷമിച്ചിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ആളങ്ങോട്ട് കരഞ്ഞു. എന്നിട്ട് ആള് പറഞ്ഞ വിഷയം എന്താ അറിയോ? ഞാൻ ഇന്നലെ രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്റെ മനസ്സിൽ വൃത്തിയായിട്ട ഒരു ചിന്ത വന്നു അള്ളാഹുവിനെ കുറിച്ച്. അപ്പൊ ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലാൻ തുടങ്ങി. ഷഹാദത്ത് കലിമ ചൊല്ലിയപ്പോ എനിക്ക് ഇങ്ങനെ തോന്നി ഇപ്പൊ ചൊല്ലിയത് ശരിയായിട്ടില്ല. അപ്പൊ വീണ്ടും ചൊല്ലി. അതും ചൊല്ലിയപ്പോ പിന്നെ ഈ ചിന്ത വരുന്നു. അപ്പൊ വീണ്ടും ചൊല്ലി. അപ്പൊ പിന്നെ തോന്നി ഈ ചൊല്ലിയത് ശരിയായിട്ടില്ല, തോന്നി വീണ്ടും ചൊല്ലി. ചൊല്ലിയതിൽ എവിടേക്കോ ന്യൂനത ഉണ്ട് തോന്നി, അത് ശരിയാക്കാൻ വീണ്ടും ചൊല്ലി. അങ്ങനെ ചൊല്ലി ഇശാ നിസ്കാരം കഴിഞ്ഞ ശേഷം ഭക്ഷണം കഴിച്ചിട്ടില്ല, ഡ്രസ്സ് മാറ്റിയിട്ടില്ല, എന്ന പോലെ ആളുടെ കുളിയോ ഒന്നും നടന്നിട്ടില്ല. അയാള് രാത്രി 1 മണിക്കും 2 മണിക്കും ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ടിരിക്കുക. അയാൾ ഇങ്ങനെ വിയർത്തൊലിക്കുക, എന്നിട്ട് വീണ്ടും ചൊല്ലുക. അപ്പൊ അയാൾ പറയാ 2 മണിക്കൊക്കെ എനിക്ക് ഇങ്ങനെ തോന്നി ഉസ്താനൊന്ന് വിളിച്ചാലോ എന്ന്. പക്ഷേ ഞാനോ ഏതാനും പ്രയാസപ്പെട്ടു, ഉസ്താദ് രാവിലെ വരെ ഉറങ്ങിക്കോട്ടെ എന്നിട്ട് ബാക്കി വിളിക്കാന്ന് കരുതി അങ്ങനെ വെയിറ്റ് ചെയ്തതാ. ഇന്നിപ്പോ സുബഹി വരെ ഞാനത് ചൊല്ലി. ഇപ്പൊ ഞാൻ സുബഹി നിസ്കരിച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, ഫ്രഷ് ആയിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല, എന്നാലും ഉറക്കം പോലും കിട്ടിയിട്ടില്ല. ഞാൻ എന്താ ചെയ്യേണ്ട ഉസ്താദ്, എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. അപ്പൊ ആലോചിച്ച് നോക്കി.
അപ്പൊ ചുരുക്കി പറഞ്ഞ അവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഷാദുകരിമ ഒന്നും ചെയ്യണ്ട, അതിൽ എന്ത് കുറ്റവും തെറ്റുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തോളം, നിങ്ങൾ ബേജാറാവുണ്ടായിരുന്നു. അയാൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ട്രീറ്റ്മെന്റ് അത് മാത്രമായിരുന്നു അപ്പത്തെ ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ. കാരണം ഇതിൽ തെറ്റില്ല എന്ന് നമുക്കറിയാം, അതുകൊണ്ട് അത്ര ധൈര്യമായിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പോ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാനത് ഏറ്റെടുക്കാം, നിങ്ങൾ ധൈര്യമായിട്ട് ഇനി ഷാദുകരിമ ചെല്ലണം, നിങ്ങൾ വേഗം പോയിക്കാണ് നിസ്കരിച്ചോളൂ. കാരണം അയാൾക്ക് ഇനി നിസ്കരിക്കണമെങ്കിൽ എന്ത് വേണം, അയാളെ മൈൻഡിൽ ഞാൻ ഇസ്ലാമെന്ന് പുറത്താണ്, നിസ്കരിക്കണമെങ്കിൽ ആ ഷാദുകരിമ ചെല്ലണം, ഇസ്ലാമിന്റെ അകത്തേക്ക് വരണം, എന്നിട്ടേ നിസ്കാരം ശരിയാകുള്ളൂ എന്നാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വലിയ ഗുരുതരമായ അവസ്ഥയാണ്. അപ്പോ അയാൾ അന്ന് നിർത്തി. എന്നിട്ട് പലപ്പോഴും ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദെ ഞാൻ അന്ന് ഉസ്താദെങ്ങാനോ പറഞ്ഞ് നിർത്തിയിട്ടില്ല, ഇതിന്റെ അവസ്ഥ എന്തായിരിക്കും. അപ്പോ ഇത് നിന്നിട്ടില്ലെങ്കിൽ ഇതെങ്ങനെ അനന്തമായിട്ട് പോകും, ഇത് ഭയങ്കര ഡേഞ്ചർ പ്രശ്നമാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ അത് വിശ്വാസപരമായ കാര്യത്തിൽ വരുന്ന ഒരു വലിയ പ്രശ്നം അതാ. ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, ബാത്റൂമിലേക്ക് ഇങ്ങനെ കയറാൻ നിൽക്കുമ്പോ ആളുടെ മൈൻഡിൽ നിന്ന് തോന്നും ബാത്റൂമിലേക്ക് കയറണമെങ്കിൽ ഇപ്പൊ 10 പ്രാവശ്യം ഷഹാദത്ത് കലിമ ചൊല്ലണം, അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലണം, അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലണം, ഇല്ലെങ്കിൽ ഞാൻ ഇസ്ലാമെന്ന് പുറത്തുപോയി. ഓ എന്താ അതിന്റെ ഗൗരവം. എന്നിട്ട് അയാൾ ആ നിന്ന നിൽപ്പിന് ആ നിൽപ്പിൽ എന്ത് ചെയ്യും, 10 ഷഹാദത്ത് കലിമ ഇല്ല, അല്ലെങ്കിൽ പിന്നെ സ്വലാത്തല്ല, തഹ്ലീലില്ല, എന്നിട്ട് ബാത്റൂമിൽ കയറുക. കടയിലൊക്കെ പോയിട്ട് വസ്ത്രം എടുക്കാൻ വേണ്ടി പോയി, അപ്പോ ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ഇങ്ങനെ തെരഞ്ഞെടുത്തു. അപ്പൊ അയാൾക്ക് തോന്നി ഈ വസ്ത്രം കാണും നീ എടുത്തു കഴിഞ്ഞാൽ ഇസ്ലാമെന്ന് ഓർത്തു. അങ്ങനെ ആ ഇഷ്ടപ്പെട്ട സാധനം അവിടെ വെച്ചിട്ട് അയാൾ ആഗ്രഹം അവിടെ മുറിച്ചിട്ടിട്ട് തിരിച്ചു പോരുക. വസ്വാസം കൊണ്ടുള്ള പ്രശ്നമാണ്. സത്യത്തിൽ അവിടെ ചെയ്യേണ്ടത് എന്താണ്, ഇസ്ലാം പഠിപ്പിച്ചെന്താ, അതിന്റെ പേര് ഇവിടെ ഇസ്ലാമെന്ന് പുറത്തോക്കില്ല. ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് 10 ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് അല്ലെങ്കിൽ 10 സ്വലാത്ത് ചൊല്ലിയിട്ട് കയറാവോ, അല്ലെങ്കിൽ ഇസ്ലാമെന്ന് പുറത്തോ, അങ്ങനെ ഉണ്ടോ ഇസ്ലാം? ഇല്ലല്ലോ. അള്ളാഹു റസൂലും പഠിപ്പിച്ചിട്ടില്ല, ഒരു ഇമാമും പഠിപ്പിക്കാത്ത. പിന്നെ എവിടുന്ന ഈ സാധനം നല്ലതാന്ന് തോന്നിയിട്ട് അയാളെ മനസ്സിൽ എത്തിയതാ, എവിടുന്ന അത് ദുർബോധനം. ഇതാണ് പൈശാചിക ദുർബോധനം എന്ന് പറയുന്നത്. ഇത് ഒരിക്കലും എന്തല്ല, ഇതിന് ഇസ്ലാമിന്റെ പിന്തുണ ഇല്ലേ ഇല്ല, ഇത് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇത് തനിച്ച ശൈത്താനിയത്താ. ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോഴേ ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു യെല്ലോ കളറാണ്. അപ്പൊ ആളുടെ മനസ്സിൽ ഇങ്ങനെ തോന്നിയാൽ എന്തോ യെല്ലോ കളർ നീ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ ഇസ്ലാമെന്ന് പുറത്തു. എന്നിട്ട് പിന്നെ അയാളെ മനസ്സിൽ തന്നെ വേറെ ചെറിയൊരു നിർദ്ദേശം കൊടുക്കും, എന്താ ഇതാ ബ്ലാക്ക് എടുത്തോ അല്ലെങ്കിൽ ഗ്രീൻ എടുത്തോ, ഇത് എടുത്താല് നീ രക്ഷപ്പെടും. ചിലപ്പോ അങ്ങനെ ആയിരിക്കും, ഇത് എടുത്തിട്ടില്ലെങ്കിൽ നീ ഇസ്ലാമെന്ന് പുറത്തോ. എന്നിട്ട് താല്പര്യമില്ലാത്ത സാധനം ആള് എടുത്തു പോരുക. എന്ത് ഇനിയിപ്പോ അത് എടുക്കാത്തതിന്റെ പേര് ഞാൻ ഇസ്ലാമെന്ന് പുറത്തോണ്ടാന്ന് തീരുമാനിച്ചിട്ട് അയാൾ എടുത്തു പോരുക. ഇത് എത്ര വലിയ ഗുരുതരാന്നറിയോ. ഇനി ഇതിന്റെയും അപ്പുറത്തുണ്ട് കേട്ടോ. ഇപ്പൊ ഈ പറഞ്ഞ 1-2 കാര്യങ്ങൾ മാത്രമാണ്. ഇതിന്റെയൊക്കെയും അപ്പുറത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാധാരണക്കാർക്ക് കേൾക്കുമ്പോഴേ. അതെ, കെട്ടുകഥകൾ മാത്രമായിട്ട് നമ്മളെ ബെന്യാമിൻ പറഞ്ഞതുപോലെ തന്നെ നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണ്. അതായത് ഇത് സാധാരണ വസ്വാസമൊന്നും ഇല്ലാത്ത നോർമൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു പരിഹാസമായിരിക്കും. ഇതൊക്കെ ഇത്ര വലിയ സംഭവമാണ്, ഇതൊക്കെ തനി ഭ്രാന്താണല്ലോ, അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും ഇതൊന്നും ഇപ്പൊ ഉണ്ടല്ലോ, അതൊക്കെ വെറുതെ പറയാണ്. അല്ല, ഇത് അനുഭവിക്കുന്ന ആളുകൾക്ക് അതിന്റെ അവസ്ഥ അറിയുള്ളൂ. അവർക്ക് ഉള്ളുരുകുന്ന സംഭവമാണ്. ഇത്രയും ഡേഞ്ചർ ആണല്ലേ വസ്വാസം എന്ന് പറയുന്നത്, ഭയങ്കര ഡേഞ്ചറാണ്. പക്ഷേ രക്ഷപ്പെടാൻ വഴിയുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. കൃത്യമായ കൗൺസിലിംഗ് ഉണ്ടോ മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, എത്ര ആളുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം. ഒരു സൈക്കാട്രിസ്റ്റിനായിട്ട് ഒരാള് ചെന്നിട്ട് സൈക്കാട്രിസ്റ്റിനോട് സംസാരിച്ചിട്ട് ആ ഡോക്ടർ പറയണേ, അയാൾക്ക് ഒരു വോയിസ് ഇട്ട് കൊടുത്തു പിന്നീട് സംസാരിച്ചപ്പോ. അപ്പൊ അയാളോട് പറയണേ, ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് OCD വിഷയം അറ്റൻഡ് ചെയ്യുന്ന ആളാണ്, പക്ഷെ പൂർണ്ണമായും മാറിയ ഒരൊറ്റ ആളെ പോലും എനിക്ക് പറയാനില്ല. അപ്പൊ ഇയാൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താന്ന് വെച്ചാല്, അപ്പൊ ഉസ്താദെ ശരിക്കും വസ്വാസം മാറൂലേ എന്നാണ്. സത്യത്തിൽ ആ ഡോക്ടർ പറയേണ്ടതല്ല അയാൾ പറഞ്ഞത്. അയാൾ പറഞ്ഞത് സത്യമായിരിക്കും, അയാൾ പറഞ്ഞ കാര്യം സത്യമായിരിക്കും. അയാൾ സൈക്കാട്രിസ്റ്റ് ആണെങ്കിൽ പോലും അയാളുടെ മുമ്പിൽ കൺസൾട്ടിങ്ങിന് വന്ന ഒരാളുടെ മാറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ കഴിവുകേടാണത്. അത് അയാൾ സമ്മതിക്കേണ്ടിയിരുന്നു. വേണ്ട രൂപത്തിൽ പരിചരിക്കാത്തതുകൊണ്ട്. അതെ, അയാൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ല, അത് ശരിയായിരിക്കാം. അയാളുടെ മുമ്പിൽ വന്നത് ആർക്കും മാറിയിട്ടില്ല. പക്ഷെ വസ്വാസം മാറൂല എന്ന് പറയേണ്ടില്ലായിരുന്നു. അത് അയാളെ നിരാശയിലേക്ക് എത്തിക്കുന്നതാണ്. അതേസമയം ഞാൻ ആ വോയിസിന് അയാൾക്ക് കൊടുത്ത മറുപടി എന്താ അറിയോ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഒരുപാട് ആളുകളുടെ അനുഭവം, എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയാണ്, ഒരുപാട് ആളുകൾക്ക് മാറിയിട്ടുണ്ട്. അത് 1, 2, 8, 10 അല്ല. ഞാൻ അവരുടെ നാടും വീടും കുടുംബവും അഡ്രസ്സും കൃത്യമായി ആളെ ഞാൻ കാണിച്ചു തരും. എത്ര വേണം ചോദിച്ചാൽ മതി. ചുരുങ്ങിയത് ഒരു 100-500 ഞാൻ ആളുകളുടെ ലിസ്റ്റ് ഞാൻ കാണിച്ചു തരും. പക്ഷെ അവരുടെ സമ്മതവും കാര്യങ്ങളൊക്കെ മറ്റൊന്നാണ്. അങ്ങനത്തെ ആളുകൾ കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരും. അതിന് പറ്റിയ തയ്യാറുള്ള കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വസ്വാസം മാറിയ ആൾക്കാരനെ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു വിഷയം എന്താണ്, ഉസ്താദ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്റെ അസുഖം ഉസ്താദിൽ നിന്നാണ് മാറിയതെന്ന് ഞാൻ പറയട്ടെ. അത് ഞാൻ പറഞ്ഞു, അങ്ങനെ വേണ്ട, അത് ചെയ്യണ്ടാന്ന്. കാരണം ഒരുപക്ഷെ ഇന്ന് അവരുടെ ആത്മാർത്ഥത കൊണ്ടും അവര് ആ ഒരു ആവേശത്തിന്റെ പേരിൽ ചെയ്തതാവും. പക്ഷേ
അയാൾക്ക് ഈ വസ്വാസം ഉണ്ടായിരുന്നു എന്നും അതുപോലെ ഇതിന്ന് മാറിയതാണെന്നൊക്കെ പറയുമ്പോൾ അവരുടെ കുടുംബം ഒരു പക്ഷേ അയാൾ എടുക്കുന്ന മൈൻഡിലെല്ലാം എടുക്കാം. പിൽക്കാലത്ത് അയാളെ മക്കൾ കാണുമ്പോൾ ചിലപ്പോൾ ആണെങ്കിൽ അതേ മൈൻഡിലെല്ലാം എടുക്കാം. അപ്പൊ അത് പിൽക്കാലത്തെങ്കിലും അവർക്കൊരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല എന്ന് കരുതിയിട്ട് ഞാൻ അതിനെ മാറ്റി നിർത്തി. പക്ഷെ അങ്ങനെയുള്ള ഇഷ്ടം പോലെ ആളുകൾ എനിക്ക് പറയാൻ പറ്റുന്നു. അപ്പോ നമ്മുടെ കൗൺസിലിങ്ങിന് വന്ന എത്രയോ ആളുകൾക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ മാറില്ല എന്ന് ഒരിക്കലും പറയരുത്, അത് നിരാശ കൊടുക്കുന്ന ഒരു വാക്കാണ്. അങ്ങനെയല്ല, മാറും, 100% മാറും, മാറ്റിയെടുക്കാൻ പറ്റും. കോൺസെപ്റ്റ് ഉണ്ട് അങ്ങനെ. അതെ അതെ, അത് മാറ്റിയെടുക്കണം. മാറൂല എന്നുള്ളതൊക്കെ വെറുതെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ആകത്തുക ഇതാണ്, ഇത് പൂർണ്ണമായിട്ടും മാറും. പ്രത്യേകിച്ച് ഈ വിശ്വാസപരമായ കാര്യം എന്നൊക്കെ പറഞ്ഞ് 100% മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോ വസ്വാസമുള്ള ആൾക്കാരൊക്കെ പലപ്പോഴും ചെയ്യുന്നൊരു വിഷയമുണ്ട്. അതായത് രാവിലെ സുബഹിന്റെ സമയത്ത് ഇതൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് അഥവാ അനുഭവിക്കുന്ന ആളുകൾക്ക് ഇത് പെട്ടെന്ന് കണക്ട് ആവുന്ന ചില വിഷയങ്ങളാണ്. രാത്രി സമയത്ത് ഉറങ്ങാൻ പോകുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്ന ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടേ കിടക്കുള്ളൂ. അതെന്തിനാണെന്നറിയോ? ഇപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്റെ പ്രവർത്തനത്തിലേക്ക് പല ന്യൂനതകളോ സംസാരത്തിൽ വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഇസ്ലാം എന്നെങ്ങാനും പുറത്തുപോയിട്ടുണ്ടെങ്കിലോ വന്നിട്ടുണ്ടെങ്കിലോ അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇനിയിപ്പോ ഇതിരി കിടത്തത്തിൽ ഈ ഉറക്കത്തിൽ മരിച്ചു പോയാലോ എന്ന് കരുതിയിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് കിടക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയതിന്റെ അവസ്ഥ. പക്ഷെ ആ ചൊല്ലുന്നത് പോലും തെറ്റാണ്. അതിനല്ലാതെ ഇത് കൂലിയല്ല, ശിക്ഷ കിട്ടുന്നത്. അപ്പൊ പിന്നെ ഷഹാദത്ത് കലിമല്ലേ? ഷഹാദത്ത് കലിമയാണ്, പക്ഷെ ഇത് ശൈത്താന്റെ ദുർബോധന പ്രകാരം ചെയ്ത പണിയാണ്. അതുകൊണ്ട് അത് കൂലിയല്ല, അസുഖം കൂടാൻ കാരണമാണ്. എന്ന പോലെ തന്നെ രാവിലെ സമയത്ത് ഇവരെന്ത് ചെയ്യുന്നറിയോ? ഷഹാദത്ത് കലിമ ചൊല്ലും. രാവിലെ സുബഹിക്ക് എണീറ്റിട്ട് ആദ്യം നിസ്കാരത്തിന് മുമ്പ് തന്നെ ഇവർ ചെയ്യുന്ന എന്താ? ഷഹാദത്ത് കലിമ ചൊല്ലും. കാരണം ഇന്ന് മുതൽ ഞാനൊന്ന് മുസ്ലിമായി ജീവിക്കട്ടെ. അപ്പൊ ഇതുവരെ മുസ്ലിം തന്നെയാണ്, പക്ഷെ അവരെ മൈൻഡിൽ തോന്നിയാണ് ഞാൻ കാഫിറായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പല രൂപത്തിൽ പിന്നെ ഷഹാദത്ത് കലിമ ചൊല്ലണം അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലണം എന്നവരുടെ മൈൻഡിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇത് വസ്വാസ് മാത്രമാണ്, ഇത് ശൈത്താനിയത്താണ്. ഇത്തരം വിഷയത്തിൽ 100% നെവർമൈൻഡ് ചെയ്യുക എന്നതാണ് അതിന് പരിഹാരം. അതല്ലാത്തൊരു പരിഹാരം അതിനില്ല. എല്ലാ ഇമാമുകളും, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത് ഫലാ ഇലാജ ലഹു ഇല്ലാ ബിൽ ഇഅറാദി അൻഹു ബിൽ കുല്ലിയത്തി എന്ന, വസ്വാസ് എന്ന രോഗത്തിന് പരിഹാരം ഇല്ലേ ഇല്ല, എന്തല്ലാതെ പരിപൂർണമായി നെവർമൈൻഡ് ചെയ്യലല്ലാതെ. അപ്പൊ നമ്മളെ മൈൻഡിലേക്ക് നിരന്തരം പലതും വരും. അതിന് നമ്മൾ എന്ത് ചെയ്യുക? നെവർമൈൻഡ് ചെയ്യാണ് വേണ്ടത്, എന്തല്ല മൈൻഡ് ചെയ്യല്ല വേണ്ടത്. മൈൻഡ് ചെയ്യുമ്പോഴാണ് വീണ്ടും ഷഹാദത്ത് കലിമ ചൊല്ലുക. മൈൻഡ് ചെയ്യുമ്പോഴാണ് വീണ്ടും അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുക. മൈൻഡ് ചെയ്യുമ്പോഴാണ് വീണ്ടും തൗബ ചെയ്യുക. ഇങ്ങനെയൊക്കെ പല കോപ്രായങ്ങളും പലരും ചെയ്യാറുള്ളതാണ്. അതായത് വസ്വാസുകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ നെവർമൈൻഡ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുണ്ടെങ്കിലേ അതിന്റെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നെവർമൈൻഡ് ഇല്ലാതെ നിങ്ങൾ എന്ത് തലകുത്തി മറിഞ്ഞാലും വസ്വാസ് മാറൂല. ഇതാണ് അതിൽ പറയാനുള്ളത്. അപ്പോ വിശ്വാസപരമായ വസ്വാസ് അനുഭവിക്കുന്ന ആളുകൾ ഓർക്കുക, ഒരിക്കലും നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അത് ശൈത്താന്റെ ദുർബോധനം മാത്രമാണ്. നമ്മൾ ചെയ്യേണ്ടത് 100% നെവർമൈൻഡ് ചെയ്യുക. എന്താണോ ശൈത്താൻ ഈ ചിന്തകൾ ഇട്ട് തന്നിട്ട് നമ്മളോട് എന്ത് പ്രവർത്തിക്കാൻ, എന്ത് പറയാൻ, എന്ത് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അതിൽ നിന്ന് 100% നെവർമൈൻഡ് ചെയ്യുക, മാറി നിൽക്കുക. ഇതാണ് ഈ വസ്വാസ് മാറാനുള്ള ഒറ്റമൂലി എന്ന് പറയുന്നത്. അള്ളാഹു ശിഫ തരട്ടെ.